മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സ് യാത്ര തുടങ്ങിയതിനു ശേഷം ഒരു പുതിയ സംവാദ പരിപാടിക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പുതിയ താല്പര്യ പരിപാടിക്ക് പണം കണ്ടെത്താൻ ഇപ്പോൾ വകുപ്പുകൾ പ്രയാസപ്പെടുന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നവകേരള കാഴ്ചപ്പാട് പരിപാടിയാണ് വകുപ്പുകൾക്ക് ബാധ്യതയായത്. ഓരോ പരിപാടിക്കും ചെറിയ തുകയല്ല, ശരാശരി 20 ലക്ഷം രൂപ വരെ ചെലവാകും. പദ്ധതി നിർവഹണത്തിന് പണമില്ലാതെ പ്രയാസപ്പെടുമ്പോഴാണ് ഈ പുതിയ ചെലവ്. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർ ശ്രീജിത്ത്, നവകേരള സദസ്സിന്റെ ക്ഷീണം കഴിഞ്ഞില്ല, അതിന്റെ തൊട്ടു പിന്നാലെയാണ് നവകേരള കാഴ്ചപ്പാട് സദസ്സ് എത്തുന്നത്. അപ്പോൾ ഇതിൽ 20 ലക്ഷം രൂപ കണ്ടെത്തണം. അത് തദ്ദേശ വകുപ്പിന് പദ്ധതി ചെലവിന് പോലുമുള്ള പണമില്ല. മൊത്തം 30% 40% മാത്രമാണ് പദ്ധതി ചെലവ് വിനിയോഗിക്കാനും സാധിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് 20 ലക്ഷം രൂപ ചെലവിട്ട് ഈ നവകേരള കാഴ്ചപ്പാട് സദസ്സ് വരുന്നത്. വലിയ ബുദ്ധിമുട്ടിലാണോ തദ്ദേശ സ്ഥാപനങ്ങളും വകുപ്പുകളും? അരുൺ, ഈ മാസം 18 മുതലാണ് മുഖ്യമന്ത്രിയുടെ നവകേരള കാഴ്ചപ്പാട് എന്ന പേരിലുള്ള പുതിയ പരിപാടി ആരംഭിക്കുന്നത്. നവകേരള സദസ്സിന് തുടർച്ചയായിട്ടാണ് വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങളുമായി മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ മാസം 18-ന് ആണ് തുടക്കം. 18-ന് കോഴിക്കോട്ടെ ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ നവകേരള കാഴ്ചപ്പാട് എന്നുള്ള സംവാദ പരിപാടി ആരംഭിക്കുന്നത്. ശരാശരി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ വരും എന്നാണ് വകുപ്പുകൾ ഇപ്പോൾ വിവിധ വകുപ്പുകൾ കണക്കാക്കിയിരിക്കുന്നത്. യുവജന വകുപ്പ്, സാമൂഹ്യ നീതി വകുപ്പ്, കൃഷി വകുപ്പ് തുടങ്ങിയ വകുപ്പുകളെല്ലാം, ഈ പ്രധാന വകുപ്പുകളെല്ലാം ഇതിൻ്റെ സംഘാടനത്തിന് ഭാഗമാക്കാവേണ്ടവരാണ്. ഓരോ മേഖലയിലെയും ആളുകളെ തിരിച്ചാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ പരിപാടി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ക്യാമിലോട്ട് കൺവെൻഷൻ സെൻ്ററിലാണ്, പാതിരപ്പള്ളിക്കടുത്ത്. അവിടെ ഒരു വലിയ കൺവെൻഷൻ സെൻ്ററാണ്. അത് വാടകയ്ക്കെടുത്ത് അവിടെ വരുന്ന ആളുകൾക്ക് 2000 ആളുകളെ പങ്കെടുപ്പിക്കണമെന്നാണ് തീരുമാനം. 1000 ആളുകളെ പ്രാദേശികമായും 1000 ആളുകളെ പുറത്തുനിന്നും കൊണ്ടുവരണം. ഇവർക്ക് വാഹനം, ഭക്ഷണം, ലഘുഭക്ഷണം, യാത്രാ ചെലവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപയുടെ ചെലവ്. 2000 പേർക്ക് ഭക്ഷണം നൽകുക എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു സംഖ്യ ചെലവാകും. ഇത്തരത്തിലുള്ള ചെലവുകളാണ് ഓരോ പരിപാടിക്കുമുള്ളത്. ഇത്തരത്തിൽ ഈ മാസം, അതായത് മാർച്ച് 2 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. മാർച്ച് 3 വരെയാണ് പരിപാടിയുള്ളത്. ഏറ്റവും അവസാനത്തെ പരിപാടി എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രതിനിധികളുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സംവാദമാണ് അവസാനത്തെ പരിപാടി. മാത്രമല്ല, ഈ പരിപാടി നടത്തുന്നതിനായിട്ട് വാഹനം ബുക്ക് ചെയ്യണം, ഭക്ഷണം തയ്യാറാക്കുന്നവർക്ക് മുൻകൂർ വായ്പ കൊടുക്കണം, ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്യണം. ഇവയ്ക്കെല്ലാം പണം വേണം. എന്നാൽ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള ഒരു ചെലവല്ല ഇത്. അതുകൊണ്ട് ഈ ചെലവിന് എങ്ങനെ പണം കണ്ടെത്തുമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് വകുപ്പുകൾ. 20 ലക്ഷം രൂപയാണ് സംവാദ പരിപാടിക്ക് ഓരോ